ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് കടലയും ബീഫും കൂടിയിട്ട് വെക്കുന്നതാണ്. എല്ലുള്ള ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 3/4 കപ്പ് കടല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല എല്ലുള്ള ബീഫ് കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 10 കഷ്ണം എടുത്തിട്ട് എല്ലടക്കമാണ് ഒരു 10 കഷ്ണം എടുത്തിട്ട് ഇതിൽ ഈ കടലയിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു മൺചട്ടിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാല മൂത്ത് വരുമ്പോൾ നമ്മളൊരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇതൊന്ന് നന്നായി മസാല അതിൽ പിടിക്കുന്നവരെ വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയും ഇറച്ചിയും കൂടെ ഇതിലേക്ക് ചേർക്കാണ്. നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് പുട്ടിൻ്റെ കൂടെയും വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ പൂരിയുടെ കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുട്ട്, ചപ്പാത്തി, അപ്പം, പൂരി എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.